എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പെയിന്റ് അടിയൊക്കെ ഉദ്ദേശിക്കുന്നത് നടക്കുമെന്നറിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസ് പുതുതായിട്ടായിരിക്കും ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാനിത് ആദ്യം തന്നെ റൂമിലെ കർട്ടനൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇവിടെ റോഡിന്റെ പണി നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വീടിന്റെ അകത്തേക്ക് നന്നായിട്ട് പൊടിയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം കർട്ടനൊക്കെ എടുത്തൊന്ന് കഴുകിയിടാന്ന് കരുതി. ഇന്നത്തെ ക്ലീനിങ്ങിന് നമുക്ക് ഹെൽപ്പിനായിട്ട് അമ്മയും കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് രാവിലത്തെ കിച്ചണിലെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ പെയിന്റ് അടിയും ക്ലീനിങ്ങും രണ്ടും ഒരുമിച്ച് ചെയ്യേണ്ടതുകൊണ്ട് പിന്നെ ഒരുപാട് സമയം ലേറ്റ് ആവുമെന്ന് കരുതിയിട്ടാണ് അമ്മയും ഒന്ന് കൂടിയിട്ടുള്ളത്. അമ്മ മാത്രമല്ല കേട്ടോ, ഇന്ന് പണി കൂടുതലാക്കി തരാൻ എന്താ കച്ചും കൂടി ഉണ്ട്. ആ ജനലിന്റെ സൈഡിലോട്ട് ഒരു കൈ കൂടി കാണാൻ പറ്റും, ഒരു കുഞ്ഞി കയ്യെ. ഈ ഫ്ലവറൊക്കെ അച്ഛൻ ഗൾഫിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് കൊണ്ടുവന്നാണ് കേട്ടോ. ഞാനിതാ ഈ മരത്തുമ്മലൊക്കെ ചാടിക്കയറുന്നുണ്ട്. നമുക്ക് പിന്നെ ഇതൊക്കെ ചെയ്ത് ശീലമാണ് കേട്ടോ, അതുകൊണ്ട് വീഴുമെന്നുള്ള പേടിയില്ല. എന്നാലും പറയാൻ പറ്റില്ല. ഞാൻ പിന്നെ കച്ചും കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള തിരക്കിലാണ്. കച്ചുവിൻ്റെ മൂഡ് മാറുമെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള പരിപാടി നോക്കലാണ്. നമുക്ക് പെയിൻ്റ് അടിയും കൂടി ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തായാലും ലേറ്റ് ആവുമല്ലോ കഴിയാനായിട്ട്. പിന്നെ വീട് മൊത്തം ഇങ്ങനെ അലങ്കോലായിട്ട് ഇടുമ്പോൾ ആരെങ്കിലും കയറി വന്നാലോ എന്ന് കരുതിയിട്ടാണ് കുറച്ച് സ്പീഡാക്കിയിട്ടുള്ളത്. കുട്ടിയുടെ ബാഗ് താഴെ കണ്ടായില്ലേ അപ്പോൾ എടുത്തത് നടക്കാൻ തുടങ്ങും കേട്ടോ. അതുകൊണ്ട് തന്നെ അവളെ ബാഗിൽ വെച്ച സാധനങ്ങളൊന്നും കാണാനും ഉണ്ടാവില്ല. ഇതിൻ്റെ ഇടയിൽ അതൊന്നും കാണാണ്ടാവണ്ടെന്ന് കരുതി അതൊക്കെ ഞാനിതാ മാറ്റിയൊന്നും വെച്ചിട്ടുണ്ട്. ഇതിടയിൽ കിളി പോയ പോലെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അകത്തൂട്ട്. എനിക്ക് എന്ത് പണി തരാൻ നോക്കി നടക്കുന്നതാണ്. ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഒന്നിച്ച് കുറേ കാലങ്ങളായിട്ടുള്ളതാണ് കേട്ടോ. അച്ഛൻ്റെ അമ്മേൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കുറേ നാളായി ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. ആവശ്യത്തിന് തുറന്ന് നോക്കാറുണ്ടെങ്കിലും ക്ലീൻ ചെയ്യലൊക്കെ വളരെ കുറവായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആവശ്യമുള്ള സാധനങ്ങളും അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വേർതിരിച്ചെടുക്കുന്നുണ്ട്. നേരെ താഴേക്കിടാണ്ട് ഞാനിത് നേരെ കവറിലോട്ടാണ് ഇടുന്നത്. താഴേക്കിട്ടാൽ പിന്നെ ഒരുമിച്ച് എടുത്ത് വെക്കലും അതൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ കച്ചുകൊണ്ട് താഴെ പൊറുക്കാനായിട്ട് ഇരുന്നിട്ട് അതുകൊണ്ട് അപ്പോൾ കവറിലേക്ക് മാറ്റുന്നത്. ഇതിനിടയിൽ അമ്മയിൽ ഇതൊരു പാസ്ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പൈസ തടയാമെന്ന് നോക്കി. അമ്മ പറഞ്ഞത് കുറേ കാലങ്ങളായിട്ടുള്ളതാണെന്ന്. അപ്പോൾ അത് അവിടെ തന്നെ വെച്ചു കേട്ടോ. കളയണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അത് അതിൻ്റെ ഒരു സൈഡിലായിട്ട് വെച്ചിട്ട് അത് തന്നെ ഞാനിത് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട്, ഉണങ്ങിയ തുണി വെച്ചാൽ ആറിയ തുണി എന്നുവെച്ചാൽ ഡ്രൈ ആയിട്ടുള്ളൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് പൊടിയൊക്കെ കളഞ്ഞിട്ട് അതിന് ശേഷമാണ് ഞാൻ പിന്നെ നനച്ച് തുടക്കുന്നത്. നനച്ച് തുറക്കുക വെച്ചാൽ നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനും അമ്മയും തമ്മിലൊരു ഗുസ്തി പിടുത്തുണ്ടാവേ. അമ്മ വെച്ച സാധനങ്ങൾ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കും. ആ സമയത്ത് അമ്മ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകുന്ന സമയത്തായിരിക്കും ഇപ്പോൾ ക്ലിപ്പോ ചോട്ടയോ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ടാകുമ്പോൾ അത് തപ്പിയിട്ട് കാണില്ല. ആ സമയത്ത് ഞാനും അമ്മയും തമ്മിലൊരു ഗുസ്തി പിടുത്തുണ്ടാവേ. നിൻ്റെ ഒരു ക്ലീനിങ്ങും കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് സാധനങ്ങളെന്ന് പറഞ്ഞിട്ട്. മിക്ക വീടുകളിലും ഉണ്ടാവുന്നതിനായിരിക്കും അല്ലേ. ഇത് കണ്ടില്ലേ, അമ്മേൻ്റെ നൂലിൻ്റെ പെട്ടിയാണ് കേട്ടോ. നൂല് പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്ത് വളരെ കുറവായിരിക്കും. നൂല് അവിടെ ഇവിടെ ആയിട്ടാണ് ഉണ്ടാവുക, പക്ഷേ പെട്ടി അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വെക്കുന്ന സ്ഥലം എനിക്ക് അധികവും മറന്നു പോകും കേട്ടോ. തിരക്കിനിടയിൽ ഓരോ സാധനങ്ങൾ, അതായത് കച്ചു കാണുന്നില്ല എൻ്റെ ഒന്നിച്ച് എല്ലാ സമയത്തും ഉണ്ട്. വീട്ടിലുള്ള ദിവസമാണെങ്കിൽ കച്ചു എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കൂല കേട്ടോ. എന്തെങ്കിലും അത്യാവശ്യത്തിന് അവളെ ആരെങ്കിലും എടുത്ത് കൊണ്ടുപോയാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ പോരും. ഞാനിതാ റൂമിലെ ബെഡൊക്കെ എടുത്തിട്ടൊന്ന് വെയിലത്തോട്ട് കൊണ്ടുപോയി ഇടുന്നുണ്ട്. നല്ല ചൂടുള്ള വെയിലാണ്. അപ്പോൾ ഇതൊന്ന് കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിയുമ്പോഴേക്കും നന്നായിട്ട് വെയിലൊക്കെ കൊണ്ട് നന്നായിട്ട് ഉണങ്ങി വരട്ടെ. ഇതുപോലെ വെയിലത്തൊക്കെ ബെഡൊക്കെ ഇടുന്നവരാണെങ്കിൽ തിരിച്ചെടുക്കുന്ന സമയത്ത് പാമ്പോ അങ്ങനത്തെ ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം തിരിച്ചെടുക്കുക കേട്ടോ. നമ്മളിതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ കിട്ടുന്ന കവറൊക്കെ ബെഡിനടിയിലാണ് സൂക്ഷിക്കാറ്. അപ്പോൾ അത് ഞാനൊക്കെ ഒന്ന് പൊറുക്കിയെടുത്തിട്ട് ഒരു കവറിലാക്കിയിട്ട് വെക്കുന്നുണ്ടേ. എല്ലാം കയ്യോടെ വെച്ചില്ലേ പിന്നെ അതെനിക്ക് അടുത്ത ട്രിപ്പിന് തിരിച്ചു വരുന്ന സമയത്ത് അതൊരു പണിയാവും കേട്ടോ. അതുകൊണ്ട് ഞാനിതാ കയ്യോടെ മടക്കി ഒരു കവറിൻ്റെ അകത്താക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്.
ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ബെഡിൻ്റെ അടിയൊക്കെ ഒന്ന് അടിക്കാനായിട്ട് പോവാണ്. ബെഡിൻ്റെ അടി അടിച്ച് വരാനായിട്ട് ഞാനിത് ഇതുപോലെ ചെറിയൊരു കുറ്റിച്ചൂലാണ് എടുക്കുന്നത്. നമ്മൾ സാധാരണ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും സ്പീഡിൽ നമുക്ക് ഈ ഒരു കുറ്റിച്ചൂല് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടി ഞാൻ ഇടയ്ക്ക് ഇതുപോലെ കമഴ്ത്തിയിട്ടിട്ട് അടിക്കാറുണ്ട്. കച്ചും ആൻലിയും ഒക്കെ ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും കയറി കടിക്കണ്ടെന്ന് കരുതിയിട്ട്. അതുകൊണ്ട് വലിയ പൊടിയൊന്നും ഇല്ല. അപ്പം ഞാനിത് ബെഡിൻ്റെ അടി ക്ലീൻ ചെയ്തിട്ട് പിന്നെ നേരെ ചുമരൊക്കെ ഒന്ന് തൂത്തുവാരി ഇടുന്നുണ്ട്. മാറാലൊക്കെ നേരിയ മാറാല ഉണ്ടാവും കേട്ടോ, ഇങ്ങനെ ചുമരിലിങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനിത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോസിന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്യുന്ന സമയത്ത് മൂക്കിന് കെട്ടിയിട്ട് കവർ ചെയ്തിട്ട് വേണം ക്ലീൻ ചെയ്യാൻ, അല്ലെങ്കിൽ അലർജിയുടെ പ്രശ്നം വരുന്നു. എനിക്ക് അലർജിയുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാനിത് ഇത്തവണ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മൊത്തം മൂക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ജനലിൻ്റെ ഈ കമ്പി വരുന്നില്ലേ, ജനലിൻ്റെ കമ്പിക്കൊക്കെ പെയിൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു തുണി വെച്ചിട്ട് ചെറുതായിട്ട് നനച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഞാനിത് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു തുണി വെച്ചിട്ട് അമ്മ മൊത്തം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ, പൊടികളൊക്കെ. എൻ്റെ സൈഡ് നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് വലിയ പൊടിയില്ല കേട്ടോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നനച്ചെടുത്തിട്ട് തുടച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി പെയിൻ്റ് അടിക്കേണ്ടത് കൊണ്ട് പൊടികൾ പറ്റിപ്പിടിച്ച് നിൽക്കണ്ടെന്ന് വെച്ചിട്ടാണ്. നമുക്ക് ബെഡ് ഏത് സൈഡിലായിട്ടുണ്ടെന്ന് തീരുമാനിക്കുന്നതാണ് കേട്ടോ. ബെഡും അതുപോലെ ഷെൽഫൊക്കെ ഏത് സൈഡിലായിട്ടുണ്ടെന്ന് അമ്മക്ക് ഈ ഒരു റൂമിൽ മെഷീനും കൂടി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ റൂമിൽ കുറച്ച് വെട്ടം കൂടുതലാണ് കേട്ടോ, അതുകൊണ്ട് ഈ റൂമിൽ മെഷീൻ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ആരെങ്കിലും പുറത്തുനിന്ന് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു വിൻഡോയിലൂടെ കാണാൻ പറ്റും പുറത്തുനിന്ന് വരുന്നവരെ. ബെഡൊക്കെ ഇടുന്നതിന് മുന്നിൽ തന്നെ പെയിൻ്റൊക്കെ അടിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാനിത് ഏകദേശം റൂമിലെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാനിത് നേരെ പെയിൻ്റ് അടിക്കാനായിട്ട് പോയിട്ടുണ്ട്. പെയിൻറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. വിൻഡോ ഒക്കെ അടിക്കുന്ന ചെറിയൊരു ബ്രഷും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ കുറച്ച് അൽക്കുരുത്ത പണികളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ പെയിൻ്റ് അടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ സൈഡിലായിട്ട്. നല്ല പെർഫെക്ഷൻ ഇല്ലെങ്കിലും ചെറുതായിട്ട് നമുക്കിപ്പോൾ ഒരു വൃത്തികേട് മാറിക്കിട്ടും, അത്രയും മതി, ധാരാളം തന്നെയാണ്. നമുക്ക് പിന്നെ അതൊക്കെ മതി. അങ്ങനെ ഞാൻ എന്താ പെയിൻ്റ് അടി തുടങ്ങിയിട്ടുണ്ട്. അമ്മയും ഇടയ്ക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ പെയിൻ്റ് അടിക്കാനായിട്ട്. ആ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഞാനിതാ ഗ്രിൽസിന് പെയിൻ്റ് അടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു പൊഴിക്കടലാസ് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കളഞ്ഞതിന് ശേഷം കേട്ടോ ഗ്രിൽസിന് പെയിൻ്റ് അടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്താ കുറച്ച് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്, സമയം പോലെ അടിച്ചെടുക്കാമെന്ന് കരുതി. കാണുമ്പോൾ കുറച്ച് എളുപ്പമാണെങ്കിലും ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ കൈൻ്റെ സൈഡിലൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പെയിൻറ്റ് അവിടെ ഇവിടെ ആയിട്ട് പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇത് വരച്ചിട്ട് കളഞ്ഞിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ചെറിയ പീസാക്കിയിട്ട് പൊഴിക്കടലാസ് എടുത്തിട്ട് ഓരോ കൈ വെച്ചിട്ട് ഇങ്ങനെ കളഞ്ഞെടുക്കുന്നുണ്ട്. നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഈ പെയിൻ്റ് അടിക്കുന്നവരൊക്കെ സമ്മതിക്കണം. ഇതുപോലെ ഭ്രാന്ത് പിടിച്ച പണി വേറെ ഇല്ല കേട്ടോ, അത്രയും കഷ്ടപ്പാടാണ്. അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് പിറ്റേ ദിവസം ഞാൻ എടുത്തിട്ടുണ്ടായതാണ്. ഞാനിതാ മൊത്തം ക്ലീൻ ചെയ്തിട്ടില്ല, കഴിഞ്ഞിട്ടില്ല ക്ലീൻ ചെയ്തിട്ട്. പെയിൻ്റ് അടിയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം എടുത്ത വീഡിയോസാണ്. മറ്റേ റൂം മൊത്തം ക്ലീൻ ചെയ്ത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോസിൽ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇന്ന് ഞാൻ കിടക്കുന്ന ബെഡ്റൂമാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതിൽ അത്യാവശ്യം നല്ല പൊടിയുണ്ട്. ഷെൽഫിൻ്റെ മുകളിലൊക്കെ കുറച്ച് നാളായി വൃത്തിയാക്കിയിട്ട് അത് കാണാനും മാത്രം ഉണ്ട് കേട്ടോ, അത്രയൊക്കെ പൊടിയായിട്ടുണ്ട്. കച്ചൂന് ചെറിയൊരു തുമ്മലൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ക്ലീൻ ചെയ്യാന്നുള്ള പരിപാടിയിൽ എത്തിച്ചേർന്നത്. ഈ റൂം മൊത്തം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ക്ലീൻ ചെയ്ത റൂമാണിത്. നല്ല അടിപൊളിയായിട്ടല്ലേ. ഇതുപോലെ ക്ലീൻ ചെയ്ത റൂമിൽ കിടക്കാൻ വല്ലാതൊരു സുഖം തന്നെയാണ്. പൊടികളെല്ലാം പോയിട്ട് എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അങ്ങനത്തെ മൊത്തം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാ കച്ചു നല്ല കളിയിലായിരുന്നേ. ആ സമയത്താണ് ഞാൻ ഇപ്പുറത്ത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. എൻ്റെ റൂമിലുള്ള ഈ എന്താ പറയുക വിൻഡോൻ്റെ കമ്പി അത്ര വൃത്തികേടായില്ല കേട്ടോ, അതുകൊണ്ട് ഇതിന് ഞങ്ങൾ പെയിൻ്റ് അടിക്കുന്നില്ല. അപ്പോൾ വൃത്തികേടായത് മാത്രമേ ഇപ്പോൾ പെയിൻ്റ് അടിച്ചിട്ടുള്ളൂ. ഞാൻ എന്താ വിൻഡോൻ്റെ രണ്ട് സൈഡും ക്ലീൻ ചെയ്യുന്നുണ്ട്. അകത്തു നിന്നും ക്ലീൻ ചെയ്യുന്നുണ്ട്, പുറത്തു നിന്നും ക്ലീൻ ചെയ്യുന്നുണ്ട്. വിൻഡോയുടെ സൈഡിലായിട്ട് ഈ വണ്ണാമ്പലിയിലെ ഒരു വൈറ്റ് കളറിലൊരു പശ പോലത്തെ ഒരു വണ്ണാമ്പലിയുണ്ട്. വണ്ണാമ്പല വെച്ചാൽ മാറാല, അത് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ട് കളയുന്നുണ്ട്. ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാനിതാ മുക്കും മൂലയും ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കലുണ്ട്. അപ്പോൾ ഞാനിതാ കർട്ടൻ്റെ കമ്പീൻ്റെ സൈഡിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്.
ഈ ഫാന് ക്ലീൻ ചെയ്യുന്ന മറ്റേ മോപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ ആമസോണിലും മീഷോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ലതായിരിക്കുമെന്ന് അറിയില്ല, വാങ്ങിച്ചിട്ട് ഫൗള് പറ്റുമെന്ന് അറിയാതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ചിട്ടില്ല. വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫെയറിന് പോയ സമയത്ത് അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു 100 സംതിങ്ങിന് കൊടുക്കുന്നുണ്ടായിരുന്നു. ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, നല്ലതാണോ അതോ വാങ്ങിയിട്ട് ഫ്ലോപ്പായി പോകുമോയെന്ന്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഈ ഷെൽഫിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ടിപ്പോൾ ഒരുപാട് സാധനങ്ങളായിട്ടുണ്ട് അവിടെ. അത് മൊത്തം ഞാനെടുത്തത് കളഞ്ഞിട്ട് അവിടെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ കല്യാണത്തിൻ്റെ ആൽബമായിരുന്നു കേട്ടോ. അത് ഞാൻ മൊത്തം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്, ഒരു തുണി വെച്ച് തുടച്ചെടുക്കുന്നുണ്ട്. അകത്തൊന്നും പൊടി ചെന്നിട്ടില്ല. അതുകൊണ്ട് ഞാനിത് അതിൻ്റെ പുറം വശം മാത്രം തുണി നനച്ചിട്ട് അതിനെ കൊണ്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മേലെ ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ക്ലീൻ ചെയ്ത് ഇച്ചിരി പാടുള്ള കാര്യമായിരുന്നു. നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മുടെ റൂമിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതാ റൂമൊക്കെ ബെഡൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട്. അത് ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, വീഡിയോസ് കുറച്ച് ലോങ്ങായി പോകും. ഞാനും മക്കളും കിടക്കുന്ന റൂമായതുകൊണ്ട് തന്നെ ബെഡിൻ്റെ മുകളിൽ ഞാൻ ഷീറ്റ് വിരിക്കാറുണ്ട്. അപ്പോൾ ഷീറ്റൊക്കെ വിരിച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട്. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ള വീഡിയോസും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്തേക്കണം. പുതുതായിട്ടായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള വീഡിയോസും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ, സീ യു. Thank you.